ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേഷൻ യൂസിങ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് പ്രോബ്ലമാണ് ഈ ക്വസ്റ്റനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ക്വസ്റ്റൻ ഒന്ന് വായിക്കാം. The revenue function for a new product is Rx equals minus 5x square plus 39x. A revenue function തന്നിട്ടുണ്ട്, Rx തന്നിട്ടുണ്ട്. Then where x is the number of items sold in thousands. ഇവിടെ തന്നെ എക്സ് എന്ന് പറയുന്ന അൺനോൺ ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് ആണ്. അത് ലാസ്റ്റ്ലി നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ അതിനെ തൗസൻഡ്സിലോട്ട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. Then the cost function is Cx equals 4x plus 30. Cost function തന്നിട്ടുണ്ട്, അതായത് Cx equals 4x plus 30. And you're asked to calculate how many items to be sold to break even. അതാണ് ഒരു ക്വസ്റ്റ്യൻ. ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് കണ്ടെത്തുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് സോൾഡ് വിൽ പ്രൊഡ്യൂസ് ദ മാക്സിമം പ്രോഫിറ്റ്. അത് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എത്ര യൂണിറ്റ്സ് വിൽക്കണം. ഈ രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വി ക്യാൻ സോൾവ് ഹൗ മെനി ഐറ്റംസ് ടു ബി സോൾവ് ടു അച്ചീവ് ബ്രേക്ക് ഈവൻ. ആദ്യം ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ആ പാർട്ട് സോൾവ് ചെയ്ത് കണ്ടെത്താം. ഇപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് മാത്തമാറ്റിക്കൽ വേയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ഓർക്കേണ്ടത്? ബ്രേക്ക് ഈവൻ പോയിന്റിൽ പ്രോഫിറ്റ് വിൽ ബി 0, അതായത് PX ഈക്വൽ 0 ആയിരിക്കും. പിന്നീട് ഒരു പോയിന്റും കൂടെ ഉണ്ട്, അതെന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഈക്വൽസ് ടോട്ടൽ റവന്യൂ, അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ഈക്വൽസ് ടോട്ടൽ കോസ്റ്റ്. എപ്പോഴല്ലേ പ്രോഫിറ്റ് 0 ആവുന്നത്? അപ്പോൾ പ്രോഫിറ്റ് ഫംഗ്ഷൻ ഈ ക്വസ്റ്റനിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? Rx മൈനസ് CX. കാരണം എന്ന് വെച്ചാൽ Rx തന്നിട്ടുണ്ട്, CX തന്നിട്ടുണ്ട്. ഇത് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലാണെങ്കിൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ ഡയറക്റ്റ്ലി ഇങ്ങ് തരുമായിരുന്നു. Rxഉം CXഉം ഒന്നും സെപ്പറേറ്റ്ലി തന്നിട്ടില്ലായിരുന്നു, പ്രോഫിറ്റ് ഫംഗ്ഷൻ മാത്രമാണ് തന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ Rxഉം CXഉം സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ടായിട്ട് ഈ രീതിയിൽ വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. PX ഈക്വൽസ് Rx മൈനസ് CX. PX വിൽ ബി 0, കാരണം ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ പ്രോഫിറ്റ് എപ്പോഴും 0 ആയിരിക്കും. Rx ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 5x സ്ക്വയർ പ്ലസ് 39x മൈനസ് 5x സ്ക്വയർ പ്ലസ് 39x മൈനസ് 5x സ്ക്വയർ എന്നാണ്. മൈനസ് പിന്നീട് CX എഴുതുക. CX എന്ന് പറയുന്ന ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന 4x പ്ലസ് 30. സോ റൈറ്റ് ഇറ്റ് വിത്തിൻ ബ്രാക്കറ്റ് 4x പ്ലസ് 30. ഇനി ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. 0 ഈക്വൽസ് ലൈക്ക് ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. ആ സ്റ്റെപ്പുകൾ ചെയ്യണം. ഇവിടെ നമുക്ക് എഴുതാം മൈനസ് 5x സ്ക്വയർ പ്ലസ് 39x മൈനസ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. -1 എന്നല്ലേ, അപ്പോൾ -1 × 4 വിൽ ബി -4x. ദെൻ -1 × 30 വിൽ ബി -30. അപ്പോൾ നമ്മൾ ഈ ഫോം വരെ എത്തി. ഇനി സിംപ്ലിഫൈ ചെയ്യാമല്ലോ ഇതിനെ. ലൈക്ക് ഐറ്റംസ് ഉണ്ട്, അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തെടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 0 ഈക്വൽസ് -5x സ്ക്വയർ പ്ലസ് 35x. അറിയാലോ 35x കിട്ടിയെന്ന് വെച്ചാൽ 39x മൈനസ് 4x ഗീവ്സ് യു 35x മൈനസ് 30. അപ്പം ഇങ്ങനെ ഒരു ഫോമിൽ ഇനി നോക്കണം, ഇത് ക്വാഡ്രാറ്റിക് ഫോമിലായോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ക്വാഡ്രാറ്റിക് ഫോമിലായി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് ഏത് വാല്യൂ കണ്ടുപിടിക്കണം? എക്സ് എന്ന് പറയുന്ന അൺനോൺ ക്വാണ്ടിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഹയസ്റ്റ് പവർ 2 ആയിരിക്കണം. ഈ ഇക്വേഷനിലെ എക്സിൻ്റെ, അതായത് അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഹയസ്റ്റ് പവർ 2 ആണല്ലോ. 2 എക്സ് ഇവിടെ ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ പവർ 1ഉം മറ്റതിൻ്റെ പവർ 2 ആണ്. സോ ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഹയർ പവർ 2 ആണെന്നുണ്ടെങ്കിൽ, അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഹയർ പവർ 2 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കാം. പിന്നീട് ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലുമാണ്, കാരണം ദിസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ എല്ലാ ക്വാളിറ്റീസും ഈ ഇക്വേഷനുണ്ട്. സോ നൗ വി ക്യാൻ സോൾവ് ഇറ്റ്. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? 2 മെത്തേഡാണ് പറഞ്ഞു തന്നത്. വൺ ഇസ് ഫാക്ടറൈസേഷൻ ആൻഡ് ദി അതർ വൺ ഇസ് ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ അപ്ലൈ ചെയ്യാവുന്ന, ഏത് കേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ എല്ലാ കേസിലും നമുക്ക് ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഈ പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. 0 ഈക്വൽസ് -5x സ്ക്വയർ പ്ലസ് 35x മൈനസ് 30. ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിൽ നിൽക്കുകയാണല്ലോ, അതായത് AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ഈക്വൽസ് 0 എന്നുള്ള ഫോമിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ എക്സിൻ്റെ വാല്യൂ സപ്പോസ് നമ്മൾ ഫോമുല ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ഈ പേജിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഫോമുല വെച്ചിട്ടല്ല, നേരെ മറിച്ച് ഫാക്ടറൈസേഷൻ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ആദ്യം ഈ ഫോമുല നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്
ഫോർമുല ഉപയോഗിച്ചാണ്. അപ്പോൾ ഫോർമുല ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോർമുല ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ, നമ്മൾ ഇക്വേഷൻ ഈ ഫോർമുല അല്ലേ എത്തി. 0 ഈക്വൽസ് -5x² + 35x - 30. ഹിയർ a ഈക്വൽസ് a എന്ന് പറയുന്നത് x² കോയിഫിഷ്യൻറ്റ്, x² കോയിഫിഷ്യൻറ്റ് ഇവിടെ -5. b എന്ന് പറയുന്നത് x കോയിഫിഷ്യൻറ്റ് ഇവിടെ 35. c എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ഇവിടെ -30. ആ സിമ്പിൾസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യും. എയും ബിയും സിയും കിട്ടി. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യാം. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ് ഒന്ന് ചിന്തിച്ചെടുക്കുക. ഫോർമുല ഇസ് -b ± √4ac / 2a. ഇപ്പോൾ a b c ഇതിൻ്റെ എല്ലാ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. -b ഇവിടെ 35 അല്ലേ, അപ്പോൾ -35 ± √b² എന്ന് പറയുന്നത് ഇവിടെ 35 സ്ക്വയർ -4ac. 4ac എന്ന് പറയുന്നത് 4 × a ഇവിടെ -5 ആണ്, ഇൻറ്റു c എന്ന് പറയുന്നത് -30. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 × -5. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -35 ± √35 സ്ക്വയർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1225 കിട്ടും. -4 × 5 × -30, 4 × -5 × -30 gives you 600. പോസിറ്റീവ് 600 ആണ്. അതുകൊണ്ട് 1225 - 600 ഡിവൈഡഡ് ബൈ 2 × -5 is -10. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -35 ± √625. ഇത് 1225 - 600 ആണ്. 625 ഡിവൈഡഡ് ബൈ -10. The next step, -35 ± √625 is 25 divided by -10. ഇനി ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് ഫൈനൽ സൊല്യൂഷൻ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 പോസിബിൾ സൊല്യൂഷൻ വരാം. അപ്പോൾ ആദ്യത്തെ സൊല്യൂഷൻ നോക്കാം. ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? -35 + 25 ഡിവൈഡഡ് ബൈ -10. -35 + 25 ഡിവൈഡ് ബൈ -10. ദാറ്റ് ഗിവ്സ് യു 1. അപ്പോൾ എക്സിൻ്റെ ഒരു പോസിബിൾ വാല്യൂ കിട്ടി, ഇറ്റ് ഇസ് 1. ഇനി അടുത്ത പോസിബിൾ വാല്യൂ അതിനെ എങ്ങനെ എഴുതുന്നു? -35 പ്ലസ് കഴിഞ്ഞു, ഇനി -25 ഡിവൈഡ് ബൈ -10. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വേറൊരു പോസിബിൾ വാല്യൂ എത്രയാണ്? 6. സോ എക്സിന് 2 പോസിബിൾ വാല്യൂസും കിട്ടി. one value is 1 and the other value is 6. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ്. ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ക്യാൻ ബി either 1 or 6. പക്ഷെ 1 or 6 എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ തൗസൻഡ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? 1 × 1000, അതായത് 1000 യൂണിറ്റ്സ്. ദെൻ 6 × 1000, ദാറ്റ് ഇസ് 6000 യൂണിറ്റ്സ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഒന്നിൽ 1000 യൂണിറ്റ്സ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ 6000 യൂണിറ്റ്സ് ആകാം. അപ്പോൾ ഇത് നമ്മൾ ഫോർമുല യൂസ് ചെയ്താണ് സോൾവ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഫാക്ടറൈസേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഫാക്ടറൈസേഷൻ്റെ 3 റൂൾസ് ഉണ്ട്. 1 റൂൾ ഇസ് a ഷുഡ് ബി ഈക്വൽ ടു 1. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ a 1 അല്ലല്ലോ, -5 അല്ലേ. അപ്പോൾ ആ റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പിന്നീട് അടുത്ത കണ്ടീഷൻ ഏതാണ്? b എന്ന് പറയുന്നത് സം ഓഫ് 2 ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. പിന്നെ c എന്ന് പറയുന്നത് ഈ 2 ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം സിയുടെ വാല്യൂ കിട്ടുകയും വേണം. ഇതെങ്ങനെ ഫാക്ടറൈസേഷൻ പറ്റുമോ? അപ്പം നോക്കാം. നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാക്കാവും നോക്കാം. അതിന് വേണ്ടി ഇതിനകത്ത് ഏതെങ്കിലും കോമൺ ഉണ്ടോ എന്ന് നോക്കുക. ഈ ഇക്വേഷനിൽ കോമൺ ആയിട്ട് എക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പക്ഷേ എക്സ് ഇവിടെ ഇല്ല. അപ്പോൾ അത് എക്സ് കോമൺ അല്ല. പിന്നെ എന്താ കോമൺ ആയിട്ടുള്ളത്? 5, 35, 30. ഇതിനെ മൂന്നിനെയും കൂടെ കോമൺ ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത് 5 വെച്ച് ചെയ്യാം. അപ്പോൾ -5നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ -5 അപ്പോൾ ഇങ്ങനെ വരും ബ്രാക്കറ്റിൽ x² - 35x കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 35 ഡിവൈഡഡ് ബൈ 5 വിൽ ബി 7. പ്ലസ് 35 കിട്ടണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? -5 ഇൻറ്റു -7x എന്ന് എഴുതണം. പ്ലസ് -30 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ 30 ഡിവൈഡഡ് ബൈ 5 ഗിവ്സ് യു 6. അപ്പോൾ എങ്ങനെ എഴുതണം? +6 എന്നേ എഴുതാവുള്ളൂ. എങ്കിലേ -5 × 6 വിൽ ബി -30. അപ്പോൾ ആ സൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. മാറ്റി എഴുതിയാൽ തെറ്റിപ്പോകും. നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ സെയിം ആൻസർ കിട്ടുന്നോന്ന്. -5 × x² gives you -5x². -5 × -7x gives you +35x. Then -5 × +6 gives you -30. ഇനി എന്ത് ചെയ്യാം? 5നെ ഇപ്പുറം കൊണ്ടുവരാം. 0 ഡിവൈഡ് ബൈ -5 ഈക്വൽസ് x² - 7x + 6. അതായത് 0 ഈക്വൽസ് എങ്ങനെയായി? x² - 7x + 6. ഇപ്പോൾ ഇത്
ഫാക്ടറൈസേഷൻ ഫോമിൽ ഏകദേശമായി. കാരണം എ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1, a 1 ആയി. ഇനി എന്ത് വേണം? സം ഓഫ് 2 ഇൻറ്റിജേഴ്സ് 7 ആവണം. ഈ സം ഓഫ് 2 ഇൻറ്റിജേഴ്സ് ആ എടുത്ത 2 ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് 6 കിട്ടണം. അങ്ങനെ ഏതെങ്കിലും ഇൻറ്റിജേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. സം -6 + -1 gives you -7. ഇപ്പോൾ സം കിട്ടിയല്ലോ. -6 + -1 -7. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് -6 × -1 gives you 6. ഇപ്പോൾ 2 വേരിയബിൾസ് എന്തൊക്കെയായി? എക്സ് -6ഉം 2 മൈനസ് അല്ലേ, എക്സ് -6ഉം എക്സ് -1. അതിന് നമ്മൾ റീറൈറ്റ് ചെയ്യാൻ നേരം എക്സ് എങ്ങനെ വരും? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് -6 ചെയ്യുമ്പം എക്സ് ഇസ് ഈക്വൽ ടു 6 എന്നും എക്സ് -1 = 0 എന്ന് എഴുതി. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം എക്സ് എത്ര ആയിട്ട് 1 കിട്ടി. ഇത് തന്നെയായിരുന്നല്ലോ ക്വാഡ്രാറ്റിക്കലും കിട്ടിയത്. So x is equal to 1 and the other possible value is x is equal to 6. 1ഉം 6ഉം ഇതാണ് പോസിബിൾ വാല്യൂസ്. ഇത് തന്നെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയത്. നൗ വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു 1000. 1000 കൺവേർട്ട് ചെയ്യുമ്പോഴേ ബ്രേക്ക് ഈവനിൽ കറക്റ്റ് ആൻസർ കിട്ടും. 1000 കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ വിത്ത് 1000. ഇപ്പോൾ 6000 യൂണിറ്റ്സും 1000 യൂണിറ്റ്സും. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ? If you are comfortable with factorization, then apply factorization. If you are comfortable with applying formula, then you can go for the formula. Anyway, ഓർക്കേണ്ട കാര്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ there can be 2 possible answers. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മൈനസിലാണ് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും അതിനെ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ആയിട്ട് എഴുതരുത്. അപ്പോൾ അവിടെ ഒരു എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ്, മറ്റേ എക്സിൻ്റെ വാല്യൂ മൈനസ് ആണെങ്കിൽ ആ മൈനസ് വാല്യൂവിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു പോസിബിൾ സൊല്യൂഷനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് വിൽക്കണം? അത് എളുപ്പമാണ് ചെയ്യാൻ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, 2 പോസിബിൾ വാല്യൂസ് ഉണ്ട്, ഒന്ന് 6ഉം ഒന്ന് 1ഉം ആണ്. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു റിസോൾവ് ടു അച്ചീവ് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 6ൻ്റെയും 1ൻ്റെയും കൂടെ മീൻ എടുത്താൽ മതി. അതായത് 6 ഒരു വാല്യൂ 6 അല്ലേ, വേറൊരു പോസിബിൾ വാല്യൂ 1, ഇതിൻ്റെ മീൻ ഡിവൈഡഡ് ബൈ 2. 6 + 1 ഡിവൈഡഡ് ബൈ 2 gives you 3.5. അതായത് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ 3.5 യൂണിറ്റ്സ് ആണ് വിൽക്കേണ്ടത്. ആ യൂണിറ്റ്സിനെ തൗസൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്ര യൂണിറ്റ്സ് വയ്ക്കണം? 3.5 × 1000 = 3000 യൂണിറ്റ്സ് വിറ്റാൽ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 2 നമ്മൾ കണ്ടുപിടിച്ചു. ബ്രേക്ക് ഈവൻ പോയിന്റ് 2 പോസിബിൾ സൊല്യൂഷനാണ് കിട്ടിയത്, ഫാക്ടറൈസേഷനിലൂടെ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുലയിലൂടെ. ദാറ്റ് ഇസ് 6000 ആൻഡ് 1000. പിന്നീട് മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് വെക്കണം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആ 2 വാല്യൂസിൻ്റെയും മീൻ എടുക്കുക. അതായത് 2 വാല്യൂസ് എന്ന് പറയുന്നത് 6ഉം 1ഉം. ദാറ്റ് ഇസ് 6 + 1 ഡിവൈഡഡ് ബൈ 2 = 3.5. 3.5നെ തൗസൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് നമുക്ക് എന്ത് കിട്ടി? മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് വയ്ക്കണം? വി നീഡ് ടു സെൽ 3500 യൂണിറ്റ്സ് ടു ഗെറ്റ് ദ മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ആദ്യത്തെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഈ യൂണിറ്റ്സ് എല്ലാം ആയിട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ 6000 യൂണിറ്റ്സ് ഇട്ട് ചെയ്യുവാണെങ്കിൽ യുവർ ആൻസർ വിൽ ബി 0. നിങ്ങൾ 1000 യൂണിറ്റ്സ് ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യുവർ ആൻസർ വിൽ ബി 0. കാരണം അതെല്ലാം ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലേ. 3500 യൂണിറ്റ്സ് ഇട്ട് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ്. ഒരു പോസിറ്റീവ് ഫിഗർ കിട്ടും, അത് പ്രോഫിറ്റ് ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ ഫോമിലായിട്ട് ചെക്ക് ചെയ്താൽ മതി. ഈ സ്റ്റെപ്പ് ഇട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. എൻ്റെ ഇത് -5x² + 35x - 30. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റവന്യൂ ഫംഗ്ഷനും പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ മൈനസ് കോസ്റ്റ്. അങ്ങനെ ചെയ്ത് നോക്കുക. റവന്യൂ മൈനസ് കോസ്റ്റ് 6000 യൂണിറ്റ്സ് ഇട്ട് ചെയ്യുക, പിന്നീട് 1000 യൂണിറ്റ്സ് ഇട്ട് ചെയ്ത് നോക്കുക, പിന്നീട് 3500 യൂണിറ്റ്സ് ഇട്ട് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പം ഈ ഫിഗേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ തൗസൻഡ്സിൽ എടുക്കരുത്. 6, 1 ആൻഡ് 3.5 എന്നിട്ട് ഈ എക്സിൻ്റെ വാല്യൂസ്. അത് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ചെയ്യാനൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. 3500 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണോ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് നമുക്ക് കിട്ടിയത്. പ്രോഫിറ്റ് ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? RX - CX. RX എന്ന് പറയുന്നത് -5x² + 39x. അപ്പോൾ ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം? 5 × x² എന്ന് പറയുന്നത് തൗസൻഡ്സിൽ എടുക്കണമെങ്കിൽ ഇതിനെല്ലാം തൗസൻഡ്സിലാക്കണം. അതിനെക്കാട്ടി എളുപ്പം അല്ലാതെ ചെയ്യുന്നതാണ്.
3.5 the whole square plus 39 into x എന്ന് പറയുന്നത് 3.5. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് 71.75 കിട്ടും. അതേപോലെ സി എക്സ് 4x plus 30 വെച്ച് സോൾവ് ചെയ്യുമ്പോൾ 44. പിന്നെ പ്രോഫിറ്റ് എത്ര വരും? പ്രോഫിറ്റ് വിൽ ബി 71.75 minus 44 gives you 27.75. അതിന് തൗസൻഡ്സിലോട്ട് നോക്കണമെങ്കിൽ മൾട്ടിപ്ലൈഡ് പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങൾ 6000 യൂണിറ്റ്സും 1000 യൂണിറ്റ്സും വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്രയേ കിട്ടും? 0 കിട്ടും. അപ്പോൾ 6000 യൂണിറ്റ്സും 1000 യൂണിറ്റ്സും ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ 3500 യൂണിറ്റ്സ് വിറ്റേ പറ്റും. അപ്പോൾ ഇത് ചോദിച്ചിട്ടേന്നല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ചോദിച്ചിത്രയേ ഉള്ളൂ. You are asked to find break-even points and to find maximum profit. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് എപ്പോഴും ഓർക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? എക്സിൻ്റെ 2 പോസിബിൾ വാല്യൂസ് ഉണ്ടാവും. അതിൻ്റെ മീൻ എടുത്താൽ നിങ്ങൾ എവിടെ എത്തിച്ചേരും? മാക്സിമം പ്രോഫിറ്റ് ലെവലിൽ എത്തിച്ചേരും. ഓക്കെ, ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ബുക്കിലോട്ട് എഴുതിയിട്ട് ഇതൊന്ന് സോൾവ് ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.